ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് പുത്തമ്പരിക്കേണ്ട വെസൽ പിടിപ്പിക്കാൻ വേണ്ടി വന്നൊക്കെയാണ്. വെസൽ ഫിൽട്രേഷന്റെ വർക്കാണ്. പുത്തമ്പരിക്കര പഞ്ചായത്ത് സെക്രട്ടറി നമ്മുടെ ബഹുമാനായ റോഷൻ സാറിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്കിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെസൽ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇത് തന്നെയാണ്. മേലെ ടാങ്ക് ഉണ്ട്, ഒരു 500 ടാങ്കാണ്. ആ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈൻ ഗ്രാവിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുത്തെ ടാങ്കിന്റെ ഔട്ട്ലെറ്റ് 2 ലൈനായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. 2 ലൈൻ എന്ന് പറയുമ്പോൾ 2 സെക്ഷനായിട്ട് പോയേക്കുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ലൈൻ കട്ട് ചെയ്ത് ഫിൽറ്ററിൽ കയറ്റിയിട്ട് ഫിൽറ്ററിന്റെ ഔട്ട് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 1.5 തന്നെ ലൈനാണ് പോയേക്കുന്നത് 2 സൈഡിലേക്കും. അപ്പൊ പ്രഷറിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അതിന്റെ പേരിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ വെള്ളം എന്ന് പറയുമ്പോൾ നന്നായിട്ട് അയണുണ്ട്, pH-ന്റെ അഭാവമുണ്ട്, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആണ്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. കൂട്ടുകാരെ, അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ കളർ കാണിച്ചു കേട്ടോ. നമ്മുടെ റോ വാട്ടറിൻ്റെ കളറാണ് ഈ കാണുന്നത്. വെള്ളം അടിച്ചതിന് ശേഷം ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത്രക്കും അഴുക്കുണ്ട് വെള്ളത്തിൽ. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടോ. വെസൽ ഫിൽട്രേഷന്റെ ഫില്ലിങ്ങും അതേപോലെ തന്നെ പ്ലംബിങ്ങിന്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് വാഷ് ആണ്. അപ്പൊ ഞാൻ നേരെ ബാക്ക് വാഷിലേക്ക് ഇടാൻ പോയാണ്. ഇപ്പൊ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാങ്കിലാണെങ്കിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. നമ്മൾ പൈപ്പ് ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാങ്കിലുള്ള വെള്ളമൊക്കെ നമ്മൾ ഡ്രെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് തന്നെ നമുക്ക് പ്രഷർ ബാക്ക് വാഷും കൂടി ചെയ്തിട്ട് ക്ലിയർ ആക്കാം നമുക്ക്. അപ്പൊ നേരെ നമുക്ക് പ്രഷർ ബാക്ക് വാഷ്. നമ്മുടെ ബാക്ക് വാഷ് കഴിഞ്ഞു. ലൈൻ ഞാൻ ചാർജ് ചെയ്തു. നിങ്ങൾക്ക് ഇനി ഇതിന്റെ ക്വാളിറ്റി ഒന്ന് കാണണ്ടേ? അപ്പൊ ക്വാളിറ്റി ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ക്വാളിറ്റി. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കിണറ്റിലെ വെള്ളവും അതുപോലെ തന്നെ ടാങ്കിലെ വെള്ളത്തിന്റെ കളർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് വെള്ളം. അപ്പൊ നിങ്ങൾക്കും ഇതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്നുള്ളൂ നമ്മുടെ ഫിൽട്രേഷൻ വെച്ചതിന് ശേഷം എത്രത്തോളം സക്സസ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫുഡ് നമ്മളത് ഇതിന്റെ മൂടി അഴിച്ചു മാറ്റിയിട്ട് നെറ്റ് കെട്ടേണ്ട.
കാരണം വേറെ ഒന്നുമല്ല, ഓക്സിഡേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ടാങ്കിലെ വെള്ളം ഒന്ന് കാണിച്ചു കൊടുത്തേ. ടാങ്കിലെ വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ടോ? വരുന്ന വെള്ളം ഈ മഞ്ഞ കളറാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ നേരത്തെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയത്. അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ നല്ല രീതിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് ചെയ്യണത്. ചിലതിന് നമുക്ക് ഇങ്ങനെ ചെയ്താലും കിട്ടൂല. അപ്പൊ നമുക്ക് ക്ലോറിനേഷൻ കൊടുക്കേണ്ടി വരും. ഇവിടെയും ക്ലോറിനേഷൻ ആവശ്യമാണ്. ക്ലോറിനേഷൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒന്ന് കെട്ടിയിട്ട് അടുത്ത പണി നമ്മൾ ലൈൻ ചാർജ് ചെയ്യുന്നുള്ള നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. പിന്നെ ക്വാളിറ്റി നിങ്ങൾ നേരത്തെ എടുത്ത് കാണിച്ചായിരുന്നു. എക്സലന്റ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞേക്കാൾ നല്ലത് നമ്മുടെ കസ്റ്റമർ, നമ്മുടെ സാറോടെ ഉണ്ട്, സാറിനെ ചോദിച്ചു നോക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണെന്നുള്ള കാര്യം. സാറേ പ്ലീസ്, നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പോ നമ്മുടെ വെള്ളം എടുത്ത് നോക്കിയായിരുന്നു സാർ നേരത്തെ. ഗ്ലാസ് കൊണ്ട് വെച്ചോ, അവിടെ ഉണ്ട്, അതെടുക്കാം. അപ്പോ എങ്ങനെയുണ്ടെന്നുള്ള സാർ ഒന്ന് സാമ്പിൾ എടുത്ത് നോക്ക്. എന്നിട്ട് വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ എടുക്കണോ? സാമ്പിൾ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോളൂ. ഇത് നമ്മുടെ ഒരു ബിൽഡിങ്ങില് കൊടുത്തിരിക്കുന്ന ഒരു കണക്ഷനാണ്. അപ്പൊ അതില് നമ്മൾ ആദ്യം ഈ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു യെല്ലോയിഷ് കളറായിട്ടാണ് അത് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മുടെ റോഷന്റെ ഈ വെൽ മൗണ്ട് വാട്ടർ സൊല്യൂഷൻ എന്നുള്ള ഈ പ്രൊജക്ട് ഇദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ വേറെ ഒന്ന് വിളിച്ചിട്ടുണ്ടായി. അതുകൂടാതെ നമ്മുടെ സ്വദേശിയായിട്ടുള്ള ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പുള്ളി തന്നു. വളരെ ഭംഗിയുണ്ട്, കളർ കണ്ടാൽ അറിയാം. വളരെ ക്ലിയർ ആയിട്ടുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വെള്ളത്തിന് അത്യാവശ്യം അയണും അതുപോലെ തന്നെ pH-ന്റെ അഭാവമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അയണൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. ടാങ്കിലെ വെള്ളം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഫിൽ ചെയ്തിട്ടുണ്ട് അല്ലെ? ഇതിനകത്ത് നമ്മൾ ഒരു 5-6 ടൈപ്പ് മീഡിയ ഫിൽ ചെയ്തിട്ടുണ്ട്. അയൺ റിമൂവർ മീഡിയ പ്ലസ് കാർബൺ, മാഗ്നീഷ്യം ഡയോക്സൈഡ്, പിന്നെ സപ്പോർട്ടിംഗ് മീഡിയ അടക്കം. അപ്പൊ അതെല്ലാം അതുപോലെ തന്നെ റോഷൻ എന്താണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ഇത് ചെയ്യിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്കിപ്പോ കിട്ടി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഞാനത് സജസ്റ്റ് ചെയ്യുന്നു, റെഫർ ചെയ്യുന്നു. ഹാപ്പിയാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തത ഒന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ല വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോയിലൂടെ വർക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ലേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.